ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ആക്ച്വലി അതായത് ഇപ്പോൾ പാനിൽ വന്നിട്ട് കുറച്ച് ഇതിയം നല്ലെണ്ണ ഇടണം. ഇത് വെളിച്ചെണ്ണ ഇടരുത്, ഇതിയം നല്ലെണ്ണ ഇടണം. அப்புறம் வந்துட்டு கடுகுல கடுகு மிக்ஸ் உள்ள இது ஒரு மூங் தால் உள்ள சிறிய பீஸ் அது வந்து மிக்ஸ் ஆക്കി ഇതിൽ ഇടണം. ഇട്ടിട്ട് ശേഷം കുറച്ച് നേരം ഇങ്ങനെ വെടിക്കുന്ന വരെ നിങ്ങൾ ഇടണം. ഇട്ടതിന് ശേഷം നിങ്ങൾ വന്നിട്ട് പച്ചമുളക് ഇടണം. പച്ചമുളക് ഒരു 3 പീസ് നിങ്ങൾക്ക് അളവിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ എനിക്ക് എരിവ് ജാസ്തി വേണ്ട, അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. അപ്പുറം കൊത്തമല്ലി ഇല്ലേ, കൊത്തമല്ലി നിങ്ങൾ കേരളത്തിൽ ആർക്കും മനസ്സിലാവത്തില്ല. ഈ ഇങ്ങനത്തെ ഇല ഉള്ള കൊത്തമല്ലി ഇടണം. സോറി, കൊത്തമല്ലി അല്ല, കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടിട്ട് അപ്പുറം വന്നിട്ട് ഈ പാക്കറ്റ് MTR പാക്കറ്റ് ഇല്ലേ, ആ MTR പാക്കറ്റ് വന്നിട്ട് കുറച്ച് ഇച്ചിരി ഇടണം. കുറേ പാക്കറ്റ് ഫുള്ള് ഇടരുത്, കുറച്ച് ഇച്ചിരി ഇടണം. ഇട്ടിട്ട് ഇതെല്ലാമേ നല്ല എണ്ണയിൽ നല്ല കുറച്ച് ഇങ്ങനെ വണക്കണം. വണക്കിന് ശേഷം നമ്മൾ എലുമിച്ച് പുളിഞ്ഞ് വെച്ച ഇതിൽ വന്നിട്ട് ചാറ് വന്നിട്ട് ഒഴിക്കണം. ഒരു നിങ്ങൾക്ക് എത്ര പേരുണ്ടോ എത്ര പേര് അളവിനനുസരിച്ച് നിങ്ങൾക്ക് 4 പേരാണെങ്കിൽ 3 എണ്ണം മതി, 2 പേരാണെങ്കിൽ 1 എണ്ണം മതി. അങ്ങനെ അനുസരിച്ച് ഇടണം. ഇപ്പൊ 5 പേര് 6 പേരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇട്ടോ. അപ്പുറം വന്നിട്ട് നിങ്ങൾക്ക് തേവയാണെങ്കിൽ എക്സ്ട്രാ കൂടെ മഞ്ഞൾപ്പൊടി ഇടാം. ഏതാ കുറച്ചുകൂടെ കളർ കിട്ടാന്. ഏതാ ഇത് പാക്കറ്റിൽ വന്നിട്ട് കടല എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കടല ആഡ് ചെയ്യണ്ട. ഇത് വന്നിട്ട് പരിപ്പ് കണ്ടിപ്പായിട്ട് ഇത് പരിപ്പ് ഇടണം. എണ്ണയിൽ വറുക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് ഇട്ടതിന് ശേഷം ശേഷം നിങ്ങൾ വന്നിട്ട് ചോറ് ഇങ്ങനെ ഇതിലിട്ട്, ചോറ് വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം, ചോറ് അപ്പത്തിന് ചൂടാക്കി ടപ്പിനിടരുത്. ஏன்னா அது வந்துட்டு எல்லாம் ஒட்டி பிடித்து நல்ல பசை போல ஆகும், சாஃப்ட்னஸ் കിട്ടത്തില്ല. ഇത് ഇങ്ങനെ പോലെ ഉതിരി പോലെ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി എല്ലാം ആറിയതിന് ശേഷമാണ് ചോറ് ഇടേണ്ടത്. നല്ല കുറേ നേരം കഴിഞ്ഞ് ആറിയതിന് ശേഷമാണ് ഇടേണ്ടത്. ഇതാണ് ലെമൺ റൈസ് എന്ന് പറയുന്നത്.